നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനും ടൈഗർ മോനും സിദ്ധാർത്ഥും കൂടെ സൈറ്റ് വരെ പോകുക കേട്ടോ. ഞങ്ങൾ സൈറ്റിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവനും വരുന്നെന്നും പറഞ്ഞു. അങ്ങനെ അവനെയും കയറ്റി ഞങ്ങൾ സൈറ്റിലോട്ട് പോവുക. അവൻ്റെ ഇരുത്തേക്ക് നോക്കും, പൊടി ഗമയിലൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നോക്കും. എന്താ ഭയങ്കര സ്റ്റൈലിഷാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയെന്ന് കണ്ടപ്പോൾ അവനും കൂടെ വന്നു. അപ്പോൾ ബൈക്കിനകത്ത് കയറി ഇന്നൊരു സവാരിയാണ് സിദ്ധാർത്ഥ മോൻ. കൈയൊക്കെ നൂത്ത് വെച്ച് പിടിക്കുന്ന നോക്കും. സ്ഥലമെല്ലാം ശ്രദ്ധിച്ചിരിക്കുക, എല്ലാം കണ്ട് പോകാമല്ലോ. ചോദിച്ച് പോകാമെന്ന് പറയുന്നാൽ അവനെല്ലാം കണ്ട് പോവാം സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പം ഒന്നീ സിദ്ധാർത്ഥ മോൻ്റെ സൈക്കിളിൽ കയറണം, അതല്ലെങ്കിൽ എൻ്റെ ബൈക്കിൽ കയറണം. ഇപ്പോൾ അവനെ ശീലമായി. ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് അവൻ ഓടി വന്നങ്ങ് കയറും കേട്ടോ. ഓടി അങ്ങ് വന്ന് നമ്മുടെ വടിയിലോട്ട് കയറും. പിന്നെ എടുത്ത് കയറ്റണം, ചാടി കയറാനറിയത്തില്ല, എടുത്ത് കയറ്റണം. അതുമായിട്ട് ഞങ്ങൾ പോവുക. ഇപ്പോൾ സിദ്ധാർത്ഥമാൻ കൊണ്ട് കിടന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് കുഴപ്പമില്ല. അവനത് കൂളായിട്ട് അവിടെ ഇരുന്നോളൂ. എല്ലാം നാട്ടുകാരെല്ലാം നോക്കിയിരിക്കുക, അവൻ പോകുന്നത് നോക്കി. അവൻ്റെ ഇരുത്തയും അവൻ്റെ സ്റ്റൈലും ഇതെല്ലാം കണ്ട് ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട്. ഒരു പേടിയില്ലാതെ അവരിയ്ക്കുന്നു നോക്കും. അവന് പിന്നെ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നും നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ ആര് ചോദിക്കാനാണ്? അവനത് ശീലമായില്ലേ. അല്ല, ആദ്യമായിട്ടൊക്കെ പോവുകയാണെങ്കിലാണ് അത് ഇത് വരുന്നത്. അങ്ങനെ ചെറിയ വഴി കൂടാണ് നമ്മുടെ സൈറ്റിലോട്ട് കയറി പോകുന്നത്. നമ്മൾ പണി നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നവിടെ കെട്ടുന്നുണ്ട്, ഞങ്ങളത് നോക്കാനായിട്ട് വന്നതാണ്. ഞങ്ങളത് നോക്കാനായിട്ട് വന്നതാണ്. പണി സൈറ്റ് വന്ന് ഞങ്ങൾ പണിയൊക്കെ നോക്കാനായിട്ട്. ഇപ്പോൾ ടൈഗറും അത് നോക്കി. ഞങ്ങൾ പണിയെല്ലാം നോക്കി കഴിഞ്ഞ് തിരിച്ചു പോവുക. ടൈഗർ മോനെ റെഡിയാക്കിയിട്ടുണ്ട്. അവൻ നീണ്ടു വീർന്ന് കിടക്കാനുള്ള സ്ഥലവും ഉണ്ട്, സൈക്കിളേലെ കൂട്ടല്ല. എൻ്റെ പിള്ളേർ അങ്ങോട്ടൊക്കെ ചോദിച്ച് അവന് ഹെൽമെറ്റ് ഇല്ലയോ എന്ന് കേട്ടോ. പിള്ളേരെല്ലാം അവന് ഹെൽമെറ്റ് വെക്കാൻ എന്താണെന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. പെറ്റി അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നില്ല അവന് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ. ഞങ്ങൾ ഇനി പങ്കിയുടെ വഴി കൂടെ പോകുന്നത്. പങ്കിയുടെ റൂമിൻ്റെ ഇപ്പുറത്താണ് പണി നടക്കുന്നത്. ഇനി പങ്കിയുടെ അതിലേ കൂടെ പോവാം. പങ്കി അവിടെ കാണും, അവളെയും വിളിച്ചുകൊണ്ട് പോവാം. അവളിങ്ങനെ ഓലകം മൊത്തം ചുറ്റിയിട്ട് വന്ന് അവിടെ ആ റൂമിലാണ് വന്ന് കിടക്കുന്നത്. പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിടുക. ഇന്നിപ്പോൾ അങ്ങോട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് അവളവിടെ കാണും, അവളെയും വിളിച്ച് കൊണ്ടുപോവാം. ഞങ്ങൾ പങ്കിയുടെ റൂമിൽ വന്ന് വിളിച്ചു. പങ്കി അവിടെ ഉണ്ട്, പങ്കി അകത്തുണ്ട് കേട്ടോ. പങ്കിയും കൂടെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. ഞാൻ സിദ്ധാർത്ഥൻ്റെ അടുക്ക പറഞ്ഞ് അവിടെ തുറക്കാൻ പറഞ്ഞു ഗേറ്റ്. നമുക്ക് കാറിട്ടേക്കുന്ന ഷെഡിൻ്റെ ഗേറ്റിനകത്താണ് പങ്കി ഉള്ളത്. അതുകൊണ്ട് പങ്കിക്ക് അവിടെ ഉണ്ട്. അവിടെ റൂമാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവൾക്ക് അവിടെ വീട്ടിൽ വന്ന് കിടക്കണമെന്ന് ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവളിഞ്ഞ് പോരും. ലോകം മൊത്തം കറങ്ങിയിട്ട് അവൾ അങ്ങോട്ട് വന്നാൽ ഞാൻ പിടിച്ച് കെട്ടുമെന്നുള്ളതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കും, അവിടെ റൂമിൽ വന്ന് കിടക്കും. അപ്പോൾ അവളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ടൈഗർ മോൻ റെഡിയായി വീട്ടിൽ പോകാനാണ്. അവനിങ്ങനെ വണ്ടിയിലിങ്ങനെ കറങ്ങുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എവിടെ വേണേലും പോകുക, അവന് ഒരു കുഴപ്പമില്ല. അവന് വളരെ സന്തോഷമാണ് ഇങ്ങനെ നടന്ന് കറങ്ങുന്നത്. അതേസമയം പങ്കിപ്പെണ്ണ് കയറത്തില്ല. അവളെ പിന്നെ കൊച്ചിലെ നമ്മൾ ശീലിപ്പിക്കാഞ്ഞുകൊണ്ട്, ഇവരെ പിന്നെ കൊച്ചിലെ തൊട്ട് സിദ്ധാർത്ഥ മോൻ ഇപ്പോൾ കൊണ്ടു കിടന്നെല്ലാം ശീലിപ്പിച്ചുകൊണ്ട് അവന് അതൊരു രസമാണ്. പങ്കിക്ക് അങ്ങനെയുള്ളൊരു കാര്യം അറിയത്തില്ല. അതുകൊണ്ടാണ് കാറിനകത്തൊക്കെ കൊണ്ടുപോകുമ്പോഴും പങ്കി ഛർദ്ദിക്കുന്നത്. അതേസമയം ടൈഗറിനൊരു വിഷയമില്ല. കാറിനകത്തോ ബൈക്കിലോ സൈക്കിളിലോ എങ്ങനെ വേണേലും അവനൊരു കുഴപ്പമില്ല. അവനിങ്ങ് വരും. അവൻ എല്ലാ സ്ഥലവും നിരീക്ഷിക്കുവാണ് ഇരുന്നിട്ട്. ആൾക്കാരൊക്കെ പോകുന്ന വഴിക്ക് നോക്കുന്നുണ്ട്. അവൻ്റെ ഇരുത്തേക്ക് കണ്ട് നമ്മുടെ വീടിൻ്റെ അടിയിലേക്ക് കൂടെ കറങ്ങി വരുന്ന ആ റോഡാണ്. റോഡ് വെള്ളം ഒഴുകാൻ വേണ്ടി തോടാക്കിയിട്ടേക്കുക. ഇതാണ് വഴി. പങ്കിച്ച് അവിടെ ഇവിടെ വന്നെങ്കിലും കണ്ട പുറകിന് വരുന്നുണ്ട് പങ്കിച്ച്. വരുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിന്നൽ വേഗത്തിൽ അവളങ്ങ് പോകും. പിന്നെ പെട്ടെന്ന് അവൾ തിരിച്ചും വരും. പങ്കി ഇപ്പം തിരിച്ച് നമ്മുടെ പുറകിന് ഓടി വരുന്നുണ്ട്. ഉണ്ട്. അപ്പം ഞങ്ങൾ വീടെത്തി. ടൈഗർ മോനുമായിട്ടുള്ള കറക്കമൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും വരാം പിള്ളേരുടെ വിശേഷം.